ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കുഞ്ഞു വാവകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബനാന ഗീ റോസ്റ്റ്. അതിനു വേണ്ടി നമ്മൾ നേന്ത്രം ബനാനയാണ് എടുക്കുന്നത്. കേരള നേന്ത്രം ബനാനയാണ് എടുക്കുന്നത്. ഈ റെസിപ്പി ഞാനൊരു 8 months ബേബീസിനായിക്കോട്ടെ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഗീ ഒക്കെ കഴിക്കാൻ പറ്റണമെങ്കിൽ ഒരു 8 months ഒക്കെ ആവണം. ബനാന അതിനു മുമ്പേ നിങ്ങൾക്ക് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഗീ ഒക്കെ കൊടുക്കണമെങ്കിൽ ഒരു 8 monthsന് എബോയ കുട്ടികൾക്ക് മാത്രം ഗീ നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് റൗണ്ടിൽ സ്ലൈഡ്സായിട്ട് വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ അധികമൊന്നും എടുക്കുന്നില്ല, ഒരു 5-8 പീസസ് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം ഈവനിങ് സ്നാക്സ് ആയിട്ടാണല്ലോ നമ്മളിത് കുട്ടിക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര പീസസ് കഴിക്കും എന്നുള്ളതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു 5-8 പീസസ് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് മിൽമയുടെ ഗീ ആണ്. ഞാൻ നാട്ടിൽ നിന്ന് നല്ല പശുവിന് നെയ്യ് വീടുകളിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഓൾമോസ്റ്റ് തീർന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് മിൽമയുടെ ഗീ ആണ് ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നാടൻ പശുവിൻ്റെ ഡയറക്റ്റ് വാങ്ങാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഗീ നല്ല കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് സ്പൂണിൽ നിന്ന് വിട്ട് വരുന്നുണ്ടായില്ല. ഞാൻ 1 tablespoon ഗീ ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ഗീ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന, റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര ഗീ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ സ്ലൈഡ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനാസ് ഇതിലേക്ക് വച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി ഗീ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നിങ്ങളിതിലേക്ക് വച്ചു കൊടുക്കുക. പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മാത്രം കെയർഫുള്ളി നിങ്ങളിത് ചെയ്യാൻ നോക്കാം കേട്ടോ. ബനാനാസ് വച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. നമ്മൾ വിചാരിച്ച പോലെ നമുക്കിത് റോസ്റ്റ് ചെയ്ത് കിട്ടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ അടി പിടിച്ച് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാൻ സെർവ് ചെയ്യാനായിട്ട് പോണത്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറു ചൂടോടെ തന്നെ കുട്ടികൾക്ക് ഉടച്ചുടച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. ബനാന ആയാലും ഗീ ആയാലും വെയിറ്റ് ഗെയിൻ ഏറ്റവും സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് ബെസ്റ്റ് ആയിരിക്കും. ബേബീസിന് ടീത്തൊക്കെ വന്നിട്ടുണ്ട്. അവർ തനിയെ കഴിക്കാറുള്ള ഒരു സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ അവർ തനിയെ പറക്കി കഴിച്ചോളും. മിച്ചുവിന് ഇവിടെ പല്ലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈവച്ച് ഉടച്ചാണ് അവൾക്ക് കൊടുക്കുന്നത്. അവൾ തനിയെ കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാലും പക്ഷെ അവൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുള്ളൂ. അവൾ കഴിക്കില്ല. അവൾക്ക് കളിക്കാനായിട്ടാണ്. അപ്പം ഞാൻ കൈയും വെച്ച് തന്നെ ഇങ്ങനെ ഉടച്ച് തന്നെയാണ് അവൾക്ക് കൊടുക്കുന്നത്. ചില ബേബീസ് തനിയെ കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് തനിയെ വെച്ച് കൊടുക്കുക. പല്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചവച്ചരച്ച് കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇവൾക്ക് പല്ല് വരാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കൈയും വെച്ച് മാഷ് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ. ഓക്കെ, ബൈ, സീ യു.